ഗൂഗിൾ ആഡ്സ് ബിഡ് സ്ട്രാറ്റജീസ് പാർട്ട് 2 വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പാർട്ട് 1 കാണാത്ത ആൾക്കാർ പെട്ടെന്ന് തന്നെ പോയിട്ട് അത് കണ്ടിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഈ പാർട്ട് 2 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 5 സ്ട്രാറ്റജീസും കൂടെ ഉണ്ട്. ഓക്കെ, ആദ്യത്തെ വീട്ടിൽ 5 സ്ട്രാറ്റജീസാണ് പറഞ്ഞത്. ഇതിൽ ബാക്കിയുള്ള 5 ബിഡ് സ്ട്രാറ്റജീസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. ഇപ്പോൾ 6ാമത്തെ ബിഡ് സ്ട്രാറ്റജിയിലേക്ക് നമുക്ക് പോവാം. അത് ടാർഗറ്റ് CPA ആണ്. CPAയുടെ ഫുൾ ഫോം എന്താണ്? കോസ്റ്റ് പെർ അക്വിസിഷൻ. അതായത് നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ വെബ്സൈറ്റിൽ ഒരുപാട് കൺവേർഷൻസ് ട്രാക്ക് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണെന്ന് വിചാരിക്കും. അതായത് ഇപ്പോൾ നിങ്ങളൊരു സെയിൽ നടത്തുകയാണ്, മനസ്സിലായില്ല, ഇപ്പോൾ ഒരു ടീഷർട്ടിന്റെ സെയിൽ നടത്താമെന്ന് വിചാരിക്കും. ഒരുപാട് ടീഷർട്ട്സ് നിങ്ങൾക്ക് വിറ്റുപോയി. അപ്പോൾ അതിന്റെ ഹിസ്റ്റോറിക്കൽ ഡേറ്റ നിങ്ങളുടെ സൈറ്റിൽ നിങ്ങളുടെ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ടിൽ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് ഈ ടാർഗറ്റ് CPA ഉപയോഗിക്കേണ്ടത്. അതായത് നിങ്ങൾ ഗൂഗിൾ ആഡ്സിനോട് പറയണം, ഗൂഗിളെ ഓക്കെ, പച്ച ടീഷർട്ട് ഉണ്ട്, മഞ്ഞ ടീഷർട്ട് ഉണ്ട്, ബ്ലാക്ക് ടീഷർട്ട് ഉണ്ട്. ഈ പച്ച ടീഷർട്ടിന്റെ പരസ്യങ്ങൾ റൺ ചെയ്യുമ്പോൾ ഓരോ സെയിലിനും എന്താണ്, ഈ ഒരു 100 രൂപ മാത്രമേ എൻ്റെ കയ്യിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. ഓരോ സെയിലിന്, ഓരോ ക്ലിക്കിനല്ല, ഓരോ സെയിലിന്, ഓരോ കൺവേർഷന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 100 രൂപ എടുക്കാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ നേരത്തെ നമ്മൾ ആദ്യം പാർട്ട് 1 വീഡിയോ ഉണ്ടായിരുന്നു, മാക്സിമൈസ് കൺവേർഷൻസ്. അതായത് ഇപ്പോൾ നമ്മൾ ഡെയിലി ബഡ്ജറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ബഡ്ജറ്റ് ഒരു 1000 റുപ്പീസ് ആണെങ്കിൽ 1000 റുപ്പീസിന് എത്ര കൺവേർഷൻസ് കൊണ്ടുവരാൻ പറ്റുമോ അത്രയും കൺവേർഷൻസ് കൊണ്ടുവരണേ എന്നാണ് അതിൽ പറഞ്ഞിരുന്നത്. അതാണ് മാക്സിമൈസ് കൺവേർഷൻസ്. ഇത് വെച്ചൊന്നും ഇങ്ങനെ ടാർഗറ്റ് CPA നമ്മൾ ടാർഗറ്റ് കൊടുക്കുകയാണ്. ഗൂഗിളെ, ഞാൻ നിനക്ക് 100 രൂപ തരും, ഈ 100 രൂപ വെച്ചിട്ട് നീ എന്ത് ചെയ്യണം? ഒരു കൺവേർഷൻ കൊണ്ടുവന്നിരിക്കണം. അല്ലെങ്കിൽ ഞാൻ പറയാണ്, ഈ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടി മാക്സിമം 500 രൂപ വരെയുള്ളൂ, 500 രൂപയിൽ പ്രൊഡക്റ്റ് വിറ്റിരിക്കണം എന്ന് ഗൂഗിളോട് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ് ടാർഗറ്റ് CPA. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യും? ഗൂഗിൾ ആഡ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ബിഡിങ് നടത്തി ബാക്കി കോമ്പറ്റേഴ്സ് വെച്ച് കമ്പയർ ചെയ്തിട്ട് നല്ല ബിഡിങ് നടത്തി നല്ലൊരു സെയിൽ കൊണ്ടുവരാൻ ഗൂഗിൾ ശ്രമിക്കും. മനസ്സിലായില്ലേ? അതാണ് ടാർഗറ്റ് CPA. അപ്പൊ എങ്ങനെയാണ് അത് ചെയ്യണമെന്ന് നമുക്ക് സ്ക്രീനിൽ പോയി കാണാം. അപ്പൊ ഏതെങ്കിലും ഒരു ക്യാമ്പയിൻ സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കളർ ടീഷർട്സ് പറഞ്ഞ ക്യാമ്പയിൻ സെലക്ട് ചെയ്യാൻ പോവാണ്. എന്നിട്ട് സെറ്റിംഗ്സിലേക്ക് പോവുക. എന്നിട്ട് ബിഡിങ്ങിൽ അവിടെ വന്നിട്ട് ചേഞ്ച് ബിഡ് സ്ട്രാറ്റജി കൊടുക്കുക. എന്നിട്ട് ഇവിടെ വാട്ട് യു വാണ്ട് ടു ഫോക്കസ് ഓണിന് പകരം ഇവിടെ വന്നിട്ട് കൺവേർഷൻസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെറ്റ് എ ടാർഗറ്റ് കോസ്റ്റ് പെർ ആക്ഷൻ. ഗൂഗിളോട് പറയാ, ഗൂഗിളെ എന്താ പറയുക, എന്റെ ടാർഗറ്റ് CPA ഉണ്ട്, അതായത് കോസ്റ്റ് പെർ ആക്ഷൻ, അക്വിസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം, കോസ്റ്റ് പെർ ആക്ഷൻ. അത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ടാർഗറ്റ് കൊടുക്കേണ്ട അർത്ഥം എന്താണ്? ടാർഗറ്റ് CPA സെറ്റ്സ് ബിഡ്സ് ടു ഹെൽപ്പ് ഗെറ്റ് ആസ് മെനി കൺവേർഷൻസ് ആസ് പോസിബിൾ അറ്റ് ഓർ ബിലോ ദ ടാർഗറ്റ് കോസ്റ്റ് പെർ ആക്ഷൻ യു സെറ്റ്. മനസ്സിലായില്ലേ? അതായത് നിങ്ങൾ ഇവിടെ $10 കൊടുക്കുകയാണെങ്കിൽ ഗൂഗിൾ എന്ത് ചെയ്യും? ഒരു കൺവേർഷന് $10 ഗൂഗിൾ സ്പെൻഡ് ചെയ്യുള്ളൂ, മാക്സിമം അത്രേ സ്പെൻഡ് ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ പരസ്യം റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ട് വിറ്റ് പോകണമെങ്കിൽ ഇത്രേ നിങ്ങൾക്ക് മാക്സിമം പരസ്യത്തിന് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ഐഡിയ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. മനസ്സിലായില്ലേ? അപ്പൊ ആ ഐഡിയ വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ ഇവിടെ അമൗണ്ട് സെറ്റ് ചെയ്യേണ്ടത്. ഇത്രയും ഞാൻ ഗൂഗിൾ ആഡ്സിൽ കൊടുക്കാൻ പരസ്യത്തിന് സ്പെൻഡ് റെഡിയുള്ളൂ. $10 ഒരു ഷർട്ടിന് $10 വരെ കൊടുക്കാൻ പറ്റുള്ളൂ. $30 ഷർട്ട് ആയിരിക്കും, $10 വരെ കൊടുക്കും, $20 എന്റെ ലാഭം. മനസ്സിലായില്ലേ? ആ മൈൻഡ് സെറ്റിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ടാർഗറ്റ് CPA കാണാൻ. എന്നിട്ട് ക്ലിക്ക് സേവ് ചെയ്യാം. അടുത്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത് ടാർഗറ്റ് ROAS എന്ന് വെച്ചാൽ റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ്. അതായത് നമ്മൾ പറയാണ്, ഈ പ്രാവശ്യം നമ്മളുടെ ഫോക്കസ് എന്ന് പറയുന്നത് റവന്യൂവിലാണ്. മനസ്സിലായി? നേരത്തെ നമ്മൾ ഫോക്കസ് എന്തായിരുന്നു? ഒരു സെയിലിന് ഇത്ര ചെലവാക്കാൻ പറ്റുള്ളൂ, അതാണ് ഇതിന് മുന്നത്തെ സ്ട്രാറ്റജിയിൽ കണ്ടിരുന്നത്. പക്ഷെ ഈ സ്ട്രാറ്റജിയിൽ നമ്മൾ റവന്യൂവിലാണ് പറയുന്നത്. റവന്യൂ ആണ് നമ്മൾ ഫോക്കസ്. അതായത് റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ 10 രൂപ കൊടുത്താൽ, 10 രൂപ ഗൂഗിളിന് കൊടുത്താൽ ഒരു 2 രൂപ ലാഭമായിട്ട് കിട്ടണം. അല്ലെങ്കിൽ 10 രൂപ കൊടുത്താൽ 12 രൂപ തിരിച്ചു കിട്ടണം. 100 രൂപ കൊടുത്താൽ 120 രൂപ തിരിച്ചു കിട്ടണം. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗൂഗിളിനോട് പറയാൻ പോകുന്നത്. നമ്മൾ റവന്യൂ ആണ് ഗൂഗിളിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. ഗൂഗിൾ ഇത്രയും എനിക്ക് തരണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് സ്ക്രീനിൽ പോയി ഒന്ന് കണ്ടു നോക്കാം. ഇത് ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് 100 രൂപ കൊടുത്താൽ 130 രൂപയുടെ റവന്യൂ തിരിച്ചു കൊണ്ടുവരണമെന്ന് ഗൂഗിളിനോട് പറയുമ്പോൾ ഗൂഗിൾ അത് എങ്ങനെ ചെയ്യും? ഗൂഗിൾ എങ്ങനെ അറിയാൻ നമ്മൾ പ്രോഡക്റ്റിന് എത്ര റേറ്റ് ഉണ്ടാവുമെന്ന്? മനസ്സിലായില്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൺവേർഷൻ ആക്ഷൻസ് നേരത്തെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതെങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പക്ഷെ അതിനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഓക്കെ, എനിവേ, അപ്പോൾ കളർ ടീഷർട്ട്സ് എന്ന് പറയുന്ന ക്യാമ്പയിൻ നിങ്ങൾ സെലക്ട് ചെയ്യും.
എക്സാമ്പിൾ ആണ്, അത് ടീഷർട്സ് വിൽക്കുന്ന ഒരു സംഭവമാണ്, എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ സെറ്റിംഗ്സിലേക്ക് പോകുന്നു. എന്നിട്ട് നമ്മളുടെ ബിഡിങ്ങിൻ്റെ അവിടെ ചേഞ്ച് ബിഡ് സ്ട്രാറ്റജി ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ കൺവേർഷൻസ് മാറ്റിയിട്ട് കൺവേർഷൻ വാല്യൂ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ കണ്ടോ, സെറ്റ് എ ടാർഗറ്റ് റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ്, ROAS ആണെന്റെ അർത്ഥം. അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ പറയാം, ഗൂഗിളെ എനിക്ക് 130% റിട്ടേൺ വേണം. മനസ്സിലായി? അതിന്റെ അർത്ഥം എന്നിട്ടാണ് 10 രൂപ ഞാൻ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 13 രൂപ തിരിച്ചു കിട്ടും. അതിന്റെ അർത്ഥത്തിലാണ് 3 രൂപ ലാഭം. ഒരു എക്സാമ്പിൾ പറയാം, 100 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 130 രൂപ എനിക്ക് തിരിച്ച് റവന്യൂ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 30 രൂപയുടെ ലാഭം. പക്ഷെ ആ റവന്യൂ ആണ് നമ്മൾ ഇവിടെ പറയുന്നത്, 130%. വേണമെങ്കിൽ നമുക്ക് ഇവിടെ 200% കൊടുക്കാം. 20% അർത്ഥമാണ് 100 രൂപ ഗൂഗിൾ ആഡ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ 200 രൂപ തിരിച്ച് റവന്യൂ ആയിട്ട് വരും. അതിന്റെ അർത്ഥം 100 രൂപ നമ്മളുടെ ലാഭം. അപ്പൊ നമ്മൾക്ക് ഗൂഗിളിനോട് പറയണം 200% നീ തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഗൂഗിളിന് എങ്ങനെ അറിയാൻ പറ്റും? ഗൂഗിൾ എന്താ ചെയ്യുന്നത്? ഗൂഗിൾ ജസ്റ്റ് ആൾക്കാരിലേക്ക് എത്തിക്കുക, ആൾക്കാർ ക്ലിക്ക് ചെയ്ത് നേരെ വെബ്സൈറ്റിലേക്ക് വരുന്ന, വെബ്സൈറ്റിൽ വന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ആരെങ്കിലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു. അപ്പൊ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന വാല്യൂ, ഇപ്പൊ നിങ്ങളുടെ ടീഷർട്ടിന് 1000 രൂപയുടെ സാധനം വിചാരിക്കും. അപ്പൊ 1000 രൂപ എന്നൊരു വാല്യൂ ഗൂഗിളിനെ നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിന് ഈ പറഞ്ഞ പരിപാടി നന്നായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. മനസ്സിലായില്ലേ? അതായത് ഗൂഗിളിന് ആ വാല്യൂ അറിയിച്ചാൽ മതി, ആ പ്രൊഡക്റ്റിന്റെ വാല്യൂ എത്ര അറിയിച്ചാൽ മതി. അപ്പൊ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ടൂൾസ് ആൻഡ് സെറ്റിംഗ്സിൽ പോകണം. ടൂൾസ് സെറ്റിംഗ്സിൽ പോയിട്ട് ഈ കൺവേർഷൻസ് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഈ ന്യൂ കൺവേർഷൻ ആക്ഷൻ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക. ഞാൻ എങ്ങനെയാണ് നമ്മൾ പ്രൊഡക്റ്റിന്റെ വാല്യൂ എങ്ങനെ കൊടുക്കണമെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. ഇതിനുമ്പോ ഡീറ്റെയിൽഡ് വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്, അത് എന്താണ് ഡിസ്ക്രിപ്ഷനിൽ കാണാം. എനിവേ ജസ്റ്റ് ഒന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കൺവേർഷൻ ട്രാക്കിംഗ് വെബ്സൈറ്റ് എന്ന സംഭവം ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് വെബ്സൈറ്റിന്റെ പേര് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിളിന് ഞാൻ ജസ്റ്റ് ആമസോൺ, നിങ്ങളുടെ വെബ്സൈറ്റിന് കൊടുക്കാം കേട്ടോ, amazon.in എന്ന് ഞാൻ ജസ്റ്റ് കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ നിങ്ങളുടെ വെബ്സൈറ്റ് പേര് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു പേജ് വരും. എന്നിട്ട് താഴെ വന്നിട്ട് ആഡ് എ കൺവേർഷൻ ആക്ഷൻ മാനുവലി ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ചെയ്യണം. ഇപ്പൊ നിങ്ങളുടെ ഗോൾ എന്താണ്? ഒരു പർച്ചേസ്, ഒരാൾ പർച്ചേസ് ചെയ്യാണ് അല്ലെ, നിങ്ങൾ ടീഷർട്ട് പർച്ചേസ് ചെയ്യാണ്. അപ്പൊ പർച്ചേസ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഒരു പേര് കൊടുക്കുക, പർച്ചേസ് ടീഷർട്ട് എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ സെഗ്മെന്റ് കണ്ടോ, വാല്യൂ എന്ന് പറയുന്ന സെഗ്മെന്റ്, അവിടെയാണ് നിങ്ങൾ സെറ്റ് ആക്കേണ്ടത്. അതായത് ഇവിടെ വന്നിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. എന്താണ് ഒരു കൺവേർഷന്റെ വാല്യൂ എന്ന് പറയുന്നത് $1000. നിങ്ങളുടെ ഷർട്ട് $1000 ആണെങ്കിൽ $1000 കൊടുക്കുക, $100 ആണെങ്കിൽ $100 കൊടുക്കുക. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയാണ് വാല്യൂ നമ്മൾ ഗൂഗിളിനോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇത് അനുസരിച്ചിട്ടായിരിക്കും ഗൂഗിൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ ടാർഗറ്റ് ROAS പെർഫോം ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ വാല്യൂ ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ടെക്നിക്കാണ് ഈ കൺവേർഷൻ ആക്ഷൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, ഇപ്പൊ ഈ കൺവേർഷൻ ആക്ഷൻ ഗൂഗിളിനോട് പറഞ്ഞു, ഇത് ഓരോ പ്രാവശ്യം അവൻ അവിടെ ക്ലിക്ക് ചെയ്യേണ്ട, ഒരു കസ്റ്റമർ വന്നിട്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്താലല്ലേ ഗൂഗിളിന് അറിയുള്ളൂ ഓക്കെ 100 ഒരു സെയിൽ അവിടെ നടന്നെന്ന്, അതിനനുസരിച്ചല്ലേ ബിഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ടാർഗറ്റ് ROAS എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ വന്നിട്ട് നമ്മൾ ഡൺ ക്ലിക്ക് ചെയ്യണം. ഡൺ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു കോഡ് നിങ്ങൾക്ക് അങ്ങോട്ട് കിട്ടും. ഈ കോഡ് എന്ത് ചെയ്യണം, കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിന്റെ ഹെഡർ ടാഗിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യണം. മനസ്സിലായോ? അങ്ങനെ ചെയ്യുമ്പോഴാണ് എന്താണ് ഗൂഗിൾ മനസ്സിലാവുക, ഒരാൾ വന്ന് അവിടെ പർച്ചേസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, അങ്ങനെ $100 ഒരു ട്രാൻസാക്ഷൻ അവിടെ നടന്നു എന്ന് ഗൂഗിൾ മനസ്സിലാവും. മനസ്സിലായില്ലേ? എന്തൊരു മാജിക് ആണ്, എന്തൊരു ഇൻട്രസ്റ്റിംഗ്, എന്തൊരു അഡ്വാൻസ്ഡ് അൽഗോറിതമാണിത് അല്ലേ? അപ്പോൾ നമ്മളിവിടെ എന്താണ് ടാർഗറ്റ് ROASൽ നമ്മൾ ടാർഗറ്റ് ROAS 200% എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ കാശ് ഇടുന്തോറും എന്താണ് ഗൂഗിൾ അതിനനുസരിച്ച് അവിടെ ബിഡ് ചെയ്യാണ്. എന്തിന്? നിങ്ങൾക്ക് 200% റിട്ടേൺസ് കൊണ്ടുവരാനായിട്ട്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ കാശ് ഇടുന്തോറും അതിനനുസരിച്ച് ഗൂഗിൾ സെയിൽ വരുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് ടാർഗറ്റ് ROAS ഉപയോഗിക്കേണ്ടത്. ഇത് നമുക്ക് ഉടനെ ഉപയോഗിക്കാം. ഒരു ക്യാമ്പയിൻ തുടങ്ങി ഉടനെ ഉപയോഗിക്കാൻ പറ്റില്ല. ക്യാമ്പയിൻ ഉപയോഗിച്ച് കുറച്ച് കൺവേർഷൻസ്, നിങ്ങളിപ്പോൾ കൺവേർഷൻ സെറ്റിംഗ്സ് ഞാൻ ജസ്റ്റ് സെറ്റ് ചെയ്യണം, ജസ്റ്റ് ഒന്ന് കാണിച്ചല്ലോ. അതേപോലെ നിങ്ങളുടെ വെബ്സൈറ്റിൽ കൊണ്ട് ഇട്ട് ഒരുപാട് കൺവേർഷൻസ് ഒക്കെ വന്ന് ഗൂഗിളിന് ആ ഡേറ്റ കിട്ടണം. ഓക്കെ, ഇങ്ങനെയാണ് ഒരു കൺവേർഷൻ ഈ വെബ്സൈറ്റിൽ നടക്കുന്നത്, ഇത്രയാണ് ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ്, അതാണ് ഒരു കൺവേർഷൻ എന്ന് ഗൂഗിളും മനസ്സിലാക്കണം. അതിന് കുറച്ചൊരു സമയം കൊടുക്കണം, ഒരു 30-35 കുറച്ച് ദിവസം കൊടുക്കണം. മനസ്സിലായില്ലേ? എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്ട്രാറ്റജി ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ മാക്സിമൈസ് ക്ലിക്സ് മാക്സിമൈസ് കൺവേർഷൻസ് വല്ലതായിരിക്കും, അവിടെ നിന്ന് മാറി ടാർഗറ്റ് ROAS എന്ന് പറയുന്ന സ്ട്രാറ്റജിയിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. മനസ്സിലായില്ലേ? എന്നിട്ട് നിങ്ങളിവിടെ കൊടുക്കുക 200%, 100%. എന്നിട്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിനനുസരിച്ചിട്ടുള്ള റവന്യൂ കിട്ടാൻ പറ്റും. മനസ്സിലായി അല്ലേ? അപ്പോൾ എന്നിട്ട് ക്ലിക്ക് ചെയ്യാം. സ്ട്രാറ്റജി 8 എന്ന് പറയുന്നത് എൻഹാൻസ് CPC ആണ്.
ഇപ്പൊ CPC എന്താണെന്ന് അറിയാമല്ലോ, കോസ്റ്റ് പെർ ക്ലിക്ക്. അപ്പൊ എൻഹാൻസ് CPC എന്ന് പറയുന്നത് കുറച്ച് എക്സ്ട്രാ എൻഹാൻസ് ഒന്ന് പുഷ്പിച്ചെടുക്കുക എന്നാണ് എൻ്റെ എൻഹാൻസ്മെന്റ് അർത്ഥം. നിങ്ങൾ ഒരു ക്യാമ്പയിൻ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കീവേഡ്സ് കൊടുക്കും. അതിൽ ചില കീവേഡ്സ് നന്നായിട്ട് പെർഫോം ചെയ്യും, ചില കീവേഡ്സ് അത്ര നന്നായിട്ട് പെർഫോം ചെയ്യത്തില്ല അല്ലേ. അപ്പൊ നമ്മൾ ഗൂഗിളിനോട് പറയാണ്, ഗൂഗിളെ എൻഹാൻസ് CPC സ്ട്രാറ്റജിയാണ് ഞാൻ തന്നിരിക്കുന്നത്, നീ നല്ലതായിട്ട് പെർഫോം ചെയ്യുന്ന കീവേഡ്സിന് കൂടുതൽ എക്സ്ട്രാ കാശ് ഇടുക. എന്താ പറയാ, അത്ര നന്നായിട്ട് പെർഫോം ചെയ്യാത്ത കീവേഡ്സിന് അധികം നീ കാശ് സ്പെൻഡ് ചെയ്യണ്ട ഗൂഗിളെ എന്നാണ് എൻഹാൻസ് CPC കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ എൻഹാൻസ് CPC എങ്ങനെ ചെയ്യണം നമുക്ക് സ്ക്രീനിൽ പോയി കാണാം. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ക്യാമ്പയിൻ സെലക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ കളർ ടീഷർട്ട് എന്ന് പറയുന്ന ക്യാമ്പയിൻ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ബിഡിങ്ങിന് അവിടെ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചേഞ്ച് ബിഡ് സ്ട്രാറ്റജി ക്ലിക്ക് ചെയ്യുക, സെലക്ട് ബിഡ് സ്ട്രാറ്റജി ഡയറക്റ്റ്ലി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കുമ്പോൾ എൻഹാൻസ് CPC ഓപ്ഷൻ കാണുന്നില്ല, പേടിക്കണ്ട. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, മാനുവൽ CPC എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഈ എൻഹാൻസ് CPC എന്ന് പറയുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് മാനുവൽ CPCയും ഒരു ഓട്ടോമാറ്റിക് സ്ട്രാറ്റജിയുടെ ഒരു കോമ്പിനേഷനാണ്. മനസ്സിലായില്ലേ? അതായത് നല്ല കീവേഡ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ നല്ല കാശ് കൊടുക്കുന്നു, ചീത്ത കീവേഡ്സിന് നന്നായിട്ട് പെർഫോം ചെയ്യാത്ത കീവേഡ്സിന് അധികം കാശ് കൊടുക്കുന്നില്ല. അതാണ് ആ ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്നാലും ഗൂഗിളിനൊരു ഡയറക്ഷൻ കൊടുക്കണ്ടേ, ഗൂഗിളിനോട് ഏതാണ് നല്ലതെന്നും ഏതാണ് നന്നായിട്ട് പെർഫോം ചെയ്യാത്തതെന്നും ആ ഒരു ഫാക്ടറും പിന്നെ ഏത് ഡയറക്ഷനിലേക്കാണ് നമ്മൾ ഗൂഗിളിനോട് എന്താ പറയാ CPC കൂട്ടിയിടാൻ പറയുന്നതെന്ന് ഒരു ഡയറക്ഷൻ കൊടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ട് ഹെൽപ്പ് ഇൻക്രീസ് കൺവേർഷൻസ് വിത്ത് എൻഹാൻസ് CPC. ഇതാണ് എൻഹാൻസ് CPC ബിഡ് സ്ട്രാറ്റജി. ഈ ബോക്സ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ കൺവേർഷൻസ് ആണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, അതോ കൺവേർഷൻ വാല്യൂ ആണോ നിങ്ങൾ ഫോക്കസ് ചെയ്തതെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ കൊടുക്കുന്ന ഓപ്ഷൻ അനുസരിച്ചിട്ട് അത് തീരുമാനിക്കും ഏതാണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കീവേഡ്, ഏതാണ് നന്നായിട്ട് പെർഫോം ചെയ്യാത്ത കീവേഡ്. ഇപ്പൊ കൺവേർഷൻ വാല്യൂക്ക് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ആദ്യത്തെ 5 കീവേഡ് നിങ്ങൾ കൊടുത്ത ആദ്യത്തെ 5 കീവേഡ്സ് ആയിരിക്കും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. ബാക്കിയുള്ള 5 കീവേഡ് അത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പൊ ഒപ്റ്റിമൈസ് ഫോർ കൺവേർഷൻസ് എന്നാണെങ്കിൽ നിങ്ങൾ കൊടുത്ത ആദ്യത്തെ 3 ആയിരിക്കും എത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്, ബാക്കി 7 അത്ര അങ്ങോട്ട് പെർഫോം ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ അത് ഗൂഗിളിന് അറിയാലോ. അപ്പൊ ഗൂഗിൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ബിഡ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ബിഡിങ് സെറ്റ് ആക്കും. മനസ്സിലായില്ല? അപ്പൊ അങ്ങനെ നന്നായിട്ട് അത് സെറ്റ് ആക്കുമ്പോഴാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് സംഭവം. സേവ് ക്ലിക്ക് ചെയ്യാം. അടുത്ത സംസാരിക്കാൻ പോകുന്നത് ബിഡ് സ്ട്രാറ്റജി 9, അതായത് CPM ബിഡിങ്. എന്താണ് CPM? കോസ്റ്റ് പെർ മൈൽ. അതായത് 1000 ഇംപ്രഷൻസിന് വേണ്ടി നിങ്ങൾ എത്ര കോസ്റ്റ് ആണ് കൊടുക്കുന്നേ എന്നാണ് ഗൂഗിളിനോട് പറയേണ്ടത്. മനസ്സിലായില്ലേ? അതായത് നിങ്ങൾക്കൊരു ഡിസ്പ്ലേ ക്യാമ്പയിൻ ഉണ്ടെന്ന് വിചാരിക്കും. ഡിസ്പ്ലേ ക്യാമ്പയിൻ എന്തിട്ടാണ്, നമ്മൾ കൊടുക്കുന്ന സെറ്റിംഗ്സിന് വേണ്ടിയിട്ട് ടാർഗറ്റ് ഓഡിയൻസിനും അല്ലെങ്കിൽ കീവേഡ്സിന് വേണ്ടിയിട്ട് നമ്മളുടെ ഇമേജസ് ഉണ്ടല്ലോ, ആ ഇമേജസ് പല ആൾക്കാരിലേക്ക് നമ്മൾ എത്തിക്കണം. അതാണ് ഒരു ഡിസ്പ്ലേ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. പൊതുവെ ഡിസ്പ്ലേ ക്യാമ്പയിൻ ചെയ്യുന്നത് ഒന്ന് റീമാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടും പിന്നെ ഒന്ന് ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ CPM ബിഡിംഗ് എന്ന് പറഞ്ഞ സ്ട്രാറ്റജി ബേസിക്കലി ബ്രാൻഡിങ്ങിനായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറയണം, നമ്മളുടെ ഈ ഇമേജ്, നമ്മളുടെ പോസ്റ്ററുകൾ 1000 പേര് കാണാനായിട്ട്, 1000 വ്യൂസിന്, 1000 ഇംപ്രഷന് വേണ്ടിയിട്ട് എത്ര രൂപയാണ് ഗൂഗിളിന് കൊടുക്കാൻ പറ്റുക? ഇപ്പൊ ഗൂഗിൾ പറയാണ് 100 രൂപ ഞാൻ തരാം, 100 രൂപക്ക് നീ പോയി എന്ത് ചെയ്യണം, ഇംപ്രഷൻസ് കൊണ്ടുവരണം. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു മെന്റാലിറ്റി വെച്ചിട്ടാണ് ഈ ബിഡ് സ്ട്രാറ്റജി നമ്മൾ കാണേണ്ടത്. ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സ്ക്രീനിൽ പോയി കാണാം. അപ്പോൾ ഈ സ്ട്രാറ്റജി വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ഡിസ്പ്ലേ ക്യാമ്പയിൻ വേണം. അപ്പോൾ ഞാൻ വേറൊരു അക്കൗണ്ടിൽ ഈ ഗെറ്റ് റെസ്പോൺസ് വെബിനാർ എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേ ക്യാമ്പയിൻ സെലക്ട് ചെയ്യാൻ പോവാണ്. അത് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ സെറ്റിംഗ്സിലേക്ക് വരുന്നു. എന്നിട്ട് നമ്മൾ ബിഡിങ്ങിന് അവിടെ പോയിട്ട് ചേഞ്ച് ബിഡ് സ്ട്രാറ്റജി കൊടുക്കുന്നു. എന്നിട്ട് സെലക്ട് എ ബിഡ് സ്ട്രാറ്റജി ഡയറക്ട്ലി കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ വന്നിട്ട് വ്യൂവബിൾ CPM എന്ന സംഭവം ഉണ്ട്. ഫോക്കസ് ഓൺ വ്യൂവബിൾ ഇംപ്രഷൻസ് എന്നാണ് പറയുന്നത്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ സേവ് ചെയ്യുന്നു. ഇങ്ങനെ സേവ് അടിച്ചാൽ പോരല്ലോ, നിങ്ങൾ CPM ബിഡിങ് സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, പക്ഷേ 1000 ഇംപ്രഷന് വേണ്ടി നിങ്ങൾ എത്ര രൂപ കൊടുക്കും എന്ന് ഗൂഗിളിനോട് പറയണ്ടേ? CPM എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പെർ മില്ലി. അപ്പൊ ഓരോ മില്ലി, അതായത് 1000 ഇംപ്രഷന് എത്ര രൂപ ഗൂഗിളിൽ നിനക്ക് തരാൻ റെഡിയാണ് എന്ന് പറയുന്ന രീതി നമുക്ക് കാണാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ക്യാമ്പയിൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് ആഡ് ഗ്രൂപ്പിലേക്ക് പോവുക. നിങ്ങളുടെ ആഡ്സ് ഇവിടെ കാണാൻ പറ്റും. ടോപ്പിൽ ഇവിടെ കാണുന്നുണ്ടോ മാക്സിമം CPM എന്നുള്ള സംഭവം എഴുതിയിരിക്കുന്നുണ്ട്. അതായത് മാക്സിമം കോസ്റ്റ് പെർ മില്ലി എന്ന് പറയുന്നത് 1000 ഇംപ്രഷൻസ്. അപ്പൊ ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക,
മാറ്റുക. ഇവിടെ ഞാൻ 0.01 റുപ്പീസാണ് പണ്ട് കൊടുത്തിരുന്നത്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, 50 രൂപ അല്ലെങ്കിൽ 100 രൂപ കൊടുക്കുക. ഞാനൊരു 100 രൂപ കൊടുക്കാം, മനസ്സിലായില്ലേ? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സേവ് ക്ലിക്ക് ചെയ്യാം. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇതിന്റെ അർത്ഥം 1000 ഇംപ്രഷന് ഞാൻ 100 രൂപ തരുള്ളൂ ഗൂഗിളെ എന്നാണ് ഗൂഗിളിനോട് പറയുന്നത്. പക്ഷേ ഇതേ പ്രൊഡക്റ്റ്, ഇതേ ബിസിനസ്, ഇതേ ടൈപ്പ് ഓഫ് ഡിസ്പ്ലേ ക്യാമ്പയിൻസ് റൺ ചെയ്യുന്ന വേറെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവില്ലേ, അവരും എന്ത് ചെയ്യുന്നുണ്ടാവും, അവർ ബിഡ് ചെയ്യുന്നുണ്ടാവും. അവർ ചിലപ്പോൾ പറയും 1000 ഇംപ്രഷന് ഞാൻ 200 രൂപ അല്ലെങ്കിൽ 500 രൂപ തരാമെന്ന് പറയും. അപ്പൊ നിങ്ങൾ ഗൂഗിൾ നിങ്ങളുടെ അക്കൗണ്ട് നോക്കുമ്പോൾ ഇവൻ 1000 ഇംപ്രഷന് 100 രൂപ തരുന്നുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും, കുറച്ചേ കാണിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ആഡ് റൺ ആയിക്കൊള്ളണമെന്നേ ഇല്ല, മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എങ്ങാനും 100 രൂപ കൊടുത്തിട്ട് നിങ്ങളുടെ ഒരു എമൗണ്ട് നിങ്ങൾ കൊടുത്തു മാക്സിമം CPM ആയിട്ട്, എന്നിട്ട് നിങ്ങളുടെ എന്താ പറയാ പരസ്യം റൺ ചെയ്യുന്നില്ല, ഓടുന്നില്ല, നിങ്ങൾക്കൊരു സംശയം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നൈസായിട്ട് ഈ റേറ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. 125, 150, 100, 200 ആ റേഞ്ച് കൂട്ടിക്കൊണ്ടുവരാം. അപ്പൊ എന്ത് ചെയ്യും, പതുക്കെ നിങ്ങളുടെ ആഡ് വർക്ക് ചെയ്ത് തുടങ്ങും, മനസ്സിലായില്ലേ? അങ്ങനെയാണ്. എന്നിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, കുറച്ച് കുറയ്ക്കുക, മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് നിങ്ങളുടെ ബഡ്ജറ്റും മാക്സിമം CPM-ഉം സെറ്റ് ആക്കേണ്ടത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബിഡ് സ്ട്രാറ്റജിയിലേക്ക് എത്തിയിരിക്കുകയാണ്, CPV Bidding. CPV എന്ന് പറയുന്നത് കോസ്റ്റ് പെർ വ്യൂ. വ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ആദ്യം മനസ്സിലേക്ക് വരുന്നത്, യൂട്യൂബ്. അപ്പൊ യൂട്യൂബ് പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് CPV Bidding. അതായത് നമുക്കൊരു മാക്സിമം കോസ്റ്റ് കൊടുക്കാം. ഗൂഗിളെ ഒരു വ്യൂവിന് വേണ്ടിയിട്ട് ഞാൻ 10 പൈസ അങ്ങോട്ട് തരാം, മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു വ്യൂക്ക് 1 രൂപ തരാം. അപ്പൊ 100 രൂപയ്ക്ക് എത്ര വ്യൂസ് ആയി, 100 വ്യൂസ് ആയി, മനസ്സിലായോ? നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം, ഒരു വ്യൂവിന് ഇത്ര ഞാൻ തരുള്ളൂ. അപ്പൊ ആ എമൗണ്ടിൽ നിനക്ക് എത്ര എത്തിക്കാൻ പറ്റുമോ അത്ര എത്തിക്കുക, മനസ്സിലായില്ലേ? അപ്പൊ ഈ വ്യൂ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി വ്യൂ എന്ന് പറയുന്നത് 30 സെക്കൻഡ് 30 സെക്കൻഡ്സ് മിനിമം ഒരാൾ കണ്ടിരിക്കണം, എന്നാൽ അത് വ്യൂ ആയിട്ട് കൂട്ടുള്ളൂ. ഇനി അതിനേക്കാളും ചെറിയൊരു വീഡിയോ ആണെങ്കിൽ അത് ഏതായാലും എന്താണ് ഒരു വ്യൂ ആയിട്ട് കൺസിഡർ ചെയ്യും, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു വ്യൂവിന് എത്ര രൂപ സെറ്റ് ചെയ്യാം എന്നാണ് ഇനി നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നമുക്ക് സ്ക്രീനിൽ പോയി നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു യൂട്യൂബ് ടെസ്റ്റ് ക്യാമ്പയിൻ, ചുമ്മാ ഒരു സാമ്പിൾ ക്യാമ്പയിൻ തന്നെ എന്താക്കി വെച്ചിരിക്കുകയാണ്. അത് ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ സെറ്റിലേക്ക് പോകുന്നു, ഉണ്ടല്ലേ? എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ബിഡ് സ്ട്രാറ്റജി അവിടെ ഇങ്ങനെ പോയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ ഇത് ഓൾറെഡി മാക്സിമം CPV എന്നാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാക്സിമം CPV എന്നൊരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യുന്നത്. അതായത് ക്യാമ്പയിൻ ക്രിയേഷന്റെ സമയത്ത് തന്നെ നമ്മൾ അത് സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ മാക്സിമം CPV, അപ്പോൾ ഒരു വ്യൂവിന് ഇത്ര കോസ്റ്റ്. പക്ഷെ ആ കോസ്റ്റ് നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യും? അത് ക്യാമ്പയിൻ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ സെറ്റ് ചെയ്യാം. അല്ലാതെ നിങ്ങൾ ക്യാമ്പയിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ വ്യൂവിന്റെ കോസ്റ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതായത് ഈ ഒരു പോയിന്റിൽ മോർ ഡീറ്റെയിൽസ് എഴുതിയിരിക്കുന്നത് കണ്ടോ, അത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ നൈസായിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് നിങ്ങളുടെ ആഡ് ഗ്രൂപ്പ്സ് വരുമല്ലോ, പലതരം ആഡ് ഗ്രൂപ്പ്സ് ഉണ്ടാവുമല്ലോ ഓരോ ക്യാമ്പയിനിൽ. അപ്പോൾ ഈ ഒരു ആഡിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ 80 പൈസയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു വ്യൂക്ക് വേണ്ടി. അവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക, 80 മാറ്റിയിട്ട് ഓക്കെ ഗൂഗിളെ ഞാൻ 10 പൈസ തരുള്ളൂ എന്ന് പറയുള്ളൂ, മനസ്സിലായില്ലേ? 10 പൈസ ഒരു വ്യൂവിന് തരുള്ളൂ, മനസ്സിലായ? അപ്പൊ അങ്ങ് സേവ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ എല്ലാ ബിഡ് സ്ട്രാറ്റജീസും നിങ്ങൾ കണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ ബിഡ് സ്ട്രാറ്റജി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓരോ വ്യക്തികൾക്കും ഓരോ ബിസിനസ്സുകൾക്കും വേണ്ടിയിട്ടാണ്. എല്ലാ ബിസിനസ്സുകൾക്കും ഡിഫറെന്റ് ഒബ്ജക്റ്റീവ്സ് അല്ല, ഡിഫറെന്റ് ബഡ്ജറ്റ്സ് ആണ്, ഡിഫറെന്റ് പ്രോഡക്ട്സ് ആണ്, ഡിഫറെന്റ് പരസ്യങ്ങളാണ് കൊടുക്കുന്നത്, ഡിഫറെന്റ് ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ആൾക്കാർക്ക് വേണ്ടിയിട്ടും ഈ ഗൂഗിൾ ആഡ്സ് കറക്റ്റൊക്കെ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള അൽഗോരിതം സെറ്റാക്കി വെച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടും മാക്സിമം പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഗൂഗിൾ ഇത് ഇത്രയും കഷ്ടപ്പെടുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം നൈസായിട്ട് ഇരുന്ന് പഠിക്കുക. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രീ ഗൂഗിൾ ആഡ്സ് പ്ലേലിസ്റ്റ് യൂട്യൂബിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. യൂട്യൂബിൻ്റെ തംബ്നെയിലിലെ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ കാണുന്ന നമ്പറിൻ്റെ ഓർഡർ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ എല്ലാ വീഡിയോസും കാണാൻ. അങ്ങനെ നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സിനെ പറ്റിയൊരു നല്ലൊരു ധാരണ കിട്ടും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് അധികം കാശ് ഊറ്റി പോകാത്ത രീതിയിൽ ക്യാമ്പയിൻ സെറ്റ് ചെയ്ത് വെക്കുകയും നിങ്ങളുടെ ക്ലയൻസിന് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് മാക്സിമം പ്രോഫിറ്റ്സ് എത്തിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാ വീഡിയോസും പോയി കാണുക. പിന്നെ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കുറച്ച് സ്പെഷ്യൽ ഓഫേഴ്സും കാര്യങ്ങളും നിങ്ങൾക്ക് ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതും എടുത്തൊന്ന് കണ്ടുതരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഗോ ആൻഡ് ലൈക്ക് ഇറ്റ്. പിന്നെ ഇതേപോലത്തെ കിടലോസ്കി വീഡിയോസ് വീണ്ടും കാണുന്നെങ്കിൽ എന്ത് ചെയ്യണം?
സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സോ ദിസ് ഇസ് ഡാൻ സൈനിങ് ഓഫ്.